ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 18-ാം അധ്യായം മോക്ഷസന്യാസയോഗം. ഏതൊരു കർമ്മത്തിനും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടായിരിക്കും. അതുകൊണ്ട് ദോഷത്തെക്കുറിച്ച് ശങ്കിച്ച് ഒരു കർമ്മത്തെയും ഉപേക്ഷിക്കരുത്. തനിക്ക് വിധിച്ച കർമ്മം തീർച്ചയായും ചെയ്യണം. അത് ചെയ്യാതിരിക്കുന്നതാണ് ദോഷം. സ്വന്തം കർമ്മങ്ങൾ ബന്ധകാരണമാകാതെ ചെയ്യേണ്ടത് എങ്ങനെ എന്നുപദേശിക്കുന്ന ശ്ലോകമാണ് ഇനി വരുന്ന ശ്ലോകം, 49-ാമത്തെ ശ്ലോകം. അസക്തബുദ്ധി സർവത്ര ജിതാത്മാ വിഗതസ്പൃഹഃ നൈഷ്കർമ്മ്യസിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി. സർവത്ര എങ്ങും അസക്തബുദ്ധി ബന്ധപ്പെടാത്ത ബുദ്ധിയുള്ളവനും ജിതാത്മാ ആത്മജയം സാധിച്ചവനും വിഗതസ്പൃഹ ആഗ്രഹം അറ്റവനുമായ മനുഷ്യൻ സന്യാസേന സന്യാസം കൊണ്ട് അല്ലെങ്കിൽ കർമ്മഫലത്യാഗം കൊണ്ട് പരമാം മുഖ്യമായ നൈഷ്കർമ്മ്യസിദ്ധിയെ അധിഗച്ഛതി പ്രാപിക്കുന്നു. ഒന്നിലും ആസക്തിയില്ലാത്ത ബുദ്ധിയോട് കൂടിയവനും ആത്മസംയമനമുള്ളവനും കാമനകളൊന്നുമില്ലാത്തവനുമായ സാധകൻ സന്യാസം കൊണ്ട് അഥവാ കർമ്മഫലത്യാഗം കൊണ്ട് പരമോത്കൃഷ്ടമായ നൈഷ്കർമ്മ്യസിദ്ധി നേടുന്നു. സ്വന്തം ധർമ്മം ചെയ്യുന്നതിൽ വിമുഖത കാണിച്ച് യുദ്ധഭൂമിയിൽ ശങ്കിച്ചു നിന്ന അർജുനനാണ് ഭഗവാൻ ഗീത ഉപദേശിച്ചു കൊടുത്തത്. കർമ്മഭൂമിയിൽ നിന്നും ഓടിപ്പോയി സന്യാസ ജീവിതം നയിച്ചോളാം എന്നൊക്കെ അർജുനൻ പറയുന്നുണ്ട്. അങ്ങനെ സ്വന്തം കർമ്മരംഗത്ത് നിന്നും ഓടിപ്പോകുന്നത് കൊണ്ട് മാത്രം ഒരാൾക്ക് സന്യാസിയോ ത്യാഗിയോ ഒന്നുമാകാൻ സാധിക്കില്ലെന്നും ഭഗവാൻ സമർത്ഥിച്ചു. നൈഷ്കർമ്മ്യസിദ്ധി എന്താണെന്ന് ഭഗവാൻ ഇവിടെ വ്യക്തമാക്കുന്നു. കർമ്മരഹിതമായ ബ്രഹ്മം തന്നെയാണ് തൻ്റെ ആത്മാവ് എന്ന് ബോധ്യപ്പെട്ട് കർമ്മബന്ധമില്ലാത്ത നിലയെ പ്രാപിക്കലാണ് നൈഷ്കർമ്മ്യസിദ്ധി അഥവാ കർമ്മരാഹിത്യസിദ്ധി. ശരീരമനോബുദ്ധികളിൽ താതാത്മ്യം പ്രാപിക്കാതെ ശുദ്ധചൈതന്യസ്വരൂപമായ പരമാത്മാവുമായി തന്മയത്വം പ്രാപിക്കലാണ് അതിനുള്ള ഉപായം. എത്ര ഉന്നത സ്ഥാനത്തുള്ളവനും മദ്യലഹരിയിൽപ്പെട്ടാൽ ആത്മവിസ്മൃതി ഉണ്ടാവും. തൻ്റെ അന്തസ്സിന് നിരക്കാത്ത രീതിയിൽ അയാൾ പെരുമാറും. അതുപോലെ തന്നെയാണ് ആത്മസ്വരൂപത്തെ മറന്ന് അജ്ഞാനദശയിൽ ജീവിക്കുന്ന നമ്മളെല്ലാവരും. പരിപൂർണമായ സച്ചിദാനന്ദ സ്വരൂപമാണ് ഞാൻ എന്ന ബോധം മറന്ന് വെറും ഒരു ജീവൻ എന്ന നിലയിൽ നാം ജീവിക്കുന്നു. തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിയുന്ന നിമിഷം ഈ ജീവഭാവം അഥവാ അജ്ഞാനം നീങ്ങും. ആഗ്രഹങ്ങൾ ഇല്ലാതെയാവും. ചിന്താപ്രവാഹവും കർമ്മങ്ങളും നിലയ്ക്കും. അവിദ്യ നീങ്ങി പ്രബുദ്ധനാവുന്ന ഈ അവസ്ഥയാണ് നൈഷ്കർമ്മ്യസിദ്ധി. അത് കർമ്മരംഗത്ത് നിന്നും ഒളിച്ചോടിപ്പോകുന്നത് കൊണ്ട് പ്രാപിക്കാനാവില്ല. സഹജവാസനകൾക്കനുസരിച്ച് ഓരോരുത്തർക്കുമുള്ള കർത്തവ്യകർമ്മങ്ങൾ നിർവഹിച്ച് വാസനകൾ ക്ഷയിക്കുമ്പോഴാണ് അന്ധക്കരണ ശുദ്ധി ഉണ്ടാവുന്നത്. അതിനുശേഷം മാത്രമേ പരമപദ പ്രാപ്തി ഉണ്ടാവൂ. വിഷയവസ്തുക്കളിൽ ആസക്തമായ മനസ്സിൽ ഒരിക്കലും ശാന്തി ഉണ്ടാവില്ല. അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ശരീരവും ദുർബലമായി തന്നെ തീരും. അതാണ് ഇവിടെ അസക്ത ബുദ്ധി സർവത്ര എന്ന് പറഞ്ഞത്. ആഗ്രഹങ്ങളെല്ലാം വിട്ടകലുമ്പോഴേ ആത്മസംയമനം സാധ്യമാകൂ. ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്ന കർത്തൃത്വ അഭിമാനവും ഞാനാണ് ഇതെല്ലാം അനുഭവിക്കുന്നത് എന്ന ഭോക്തൃത്വ അഭിമാനവും ചേർന്നതാണ് അഹന്ത. വിഷയാഭിനിവേശം നീങ്ങിയാൽ ഇത് രണ്ടും ഇല്ലാതെയാവും. ആത്മസംയമനവും വിഷയവിരക്തിയും അന്ധക്കരണശുദ്ധിക്ക് അത്യാവശ്യമാണ്. അടുത്തത് 50-ാമത്തെ ശ്ലോകം. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധ മേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠാ ജ്ഞാനസ്യ യാ പരാ. കൗന്ദേയ, ഹേ കുന്തിപുത്ര അർജുന, സിദ്ധിയെ നൈഷ്കർമ്മ്യസിദ്ധിയെ പ്രാപിച്ചവൻ ജ്ഞാനത്തിൻ്റെ പരാനിഷ്ഠ പരമമായ അവസ്ഥ യാതൊന്നാണോ ബ്രഹ്മ ആ ബ്രഹ്മം യാതൊരു വിധം ആപ്നോതി പ്രാപിക്കുമോ തഥാ അപ്രകാരം ആ മാർഗം സമാസേന ഏവ ചുരുക്കമായിട്ട് മാത്രം
മേ എൻ്റെ അടുക്കൽ നിന്നും നിബോധ നീ അറിഞ്ഞുകൊള്ളുക. അർജുന, നൈഷ്കർമ്മ്യസിദ്ധി നേടിയവൻ ജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠയെ ബ്രഹ്മാനുഭൂതിയെ എപ്രകാരം നേടുന്നുവെന്ന് ഞാൻ ചുരുക്കി പറയാം, കേട്ടോളൂ. നമുക്ക് ചുറ്റുമുള്ള ഭൗതിക വസ്തുക്കൾ മിഥ്യയാണെന്ന് മനസ്സിലാക്കുന്നത് തന്നെ പരമാത്മദർശനത്തിലേക്കുള്ള മാർഗമാണ്. ബുദ്ധിയിൽ നിന്നും വിഷയാസക്തി വിട്ടകലുകയും മനസ്സും ഇന്ദ്രിയങ്ങളും ബുദ്ധിയുടെ നിയന്ത്രണത്തിൽ വരികയും ചെയ്താൽ നമുക്ക് ധ്യാനത്തിനുള്ള അർഹതയുണ്ടാകും. സത്യത്തെ സാക്ഷാത്കരിക്കുന്നത് വരെ ഒരാളിലുള്ള വിഷയാസക്തി പൂർണ്ണമായും ഇല്ലാതാക്കാൻ പറ്റില്ല. വിഷയാസക്തി പരമാവധി കുറയ്ക്കാനാണ് ശ്രമിക്കേണ്ടത്. അവിദ്യയുടെ മറ നീങ്ങി എങ്ങനെ പരമാത്മാവിനെ സാക്ഷാത്കരിക്കാം എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. അടുത്ത 3 ശ്ലോകങ്ങളിലായി ധ്യാനവേളയിൽ ശരീരമനോബുദ്ധികളുടെ നില എങ്ങനെ ഇരിക്കണം എന്നും വ്യക്തമാക്കി തരുന്നു. ആ 3 ശ്ലോകങ്ങളിൽ ആദ്യത്തെ ശ്ലോകം, അതായത് 51-ാമത്തെ ശ്ലോകം. ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീൻ വിഷയാം ത്യക്ത്വാ രാഗദ്വേഷൗ വ്യുദസ്യ ച. വിശുദ്ധയാ പരിശുദ്ധമായ സാത്വികമായ, ബുദ്ധ്യാ ബുദ്ധിയോട്, യുക്തഃ കൂടിയവനായി, ധൃത്യ ധൈര്യം കൊണ്ട് സാത്വിക ധൈര്യം കൊണ്ട്, ആത്മാനം തന്നെ മനസ്സിനെ, നിയമ്യ ച കീഴടക്കുകയും, ശബ്ദാദീൻ വിഷയാൻ ശബ്ദം മുതലായ വിഷയങ്ങളെ, ത്യക്ത്വാ ത്യജിച്ചിട്ട്, രാഗദ്വേഷൗ രാഗദ്വേഷങ്ങളെ, വ്യുദസ്യ ച തള്ളിക്കളയുകയും ചെയ്തിട്ട്. സത്വഗുണപ്രധാനമായ ശുദ്ധമായ ബുദ്ധിയോടുകൂടി, ദൃഢനിഷ്ഠയോടുകൂടി മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ടും ശബ്ദാദി വിഷയങ്ങളെ പരിത്യജിച്ചുകൊണ്ടും രാഗദ്വേഷങ്ങളെ വെടിഞ്ഞുകൊണ്ടും, സുഖത്തിനു വേണ്ടി വിഷയങ്ങൾക്ക് പിന്നാലെ ഓടാത്ത വാസനാരഹിതമായ ബുദ്ധിയാണ് വിശുദ്ധ ബുദ്ധി. മനസ്സും ഇന്ദ്രിയങ്ങളുമാണ് ധ്യാനത്തെ തടസ്സപ്പെടുത്തുന്നത്. വിഷയങ്ങൾ ഇന്ദ്രിയങ്ങൾ വഴി മനസ്സിൽ കടന്ന് ശാന്തി നഷ്ടപ്പെടുത്തും. ഇത് രണ്ടിനെയും അടക്കാൻ ദമവും ശമവും ശീലിക്കണം. അതെങ്ങനെയെന്നും ഈ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ വഴി അകത്ത് കടക്കുന്നതായ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവയെ തടയലാണ് ഇന്ദ്രിയ നിയന്ത്രണം. അങ്ങനെ നിയന്ത്രിച്ചാലും മനസ്സ് സ്വസ്ഥമാവണമെന്നില്ല. മുമ്പ് അനുഭവിച്ച വിഷയങ്ങളുടെ സ്മരണയോ ഭാവിയിൽ വരാനിടയുള്ള ദുഃഖത്തെക്കുറിച്ചുള്ള ചിന്തയോ എല്ലാം നമ്മുടെ ഉള്ളിൽ വിക്ഷേപങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് രാഗദ്വേഷങ്ങളെയും അകറ്റുക. അങ്ങനെയുള്ള സാധകൻ ധ്യാനത്തിൽ വിജയിക്കുന്നു. ഭഗവാൻ വീണ്ടും തുടരുന്നു. 52-ാമത്തെ ശ്ലോകം. വിവിക്തസേവീ ലഘ്വാശി യദവാക്കായ മാനസഃ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതഃ. വിവിക്തസേവി നിർജ്ജനമായ ശുദ്ധമായ പ്രാകൃതജനങ്ങളില്ലാത്ത ദേശത്തെ സേവിക്കുക എന്ന സ്വഭാവത്തോടു കൂടിയവനും, ലഘ്വാശി മിതമായ ആഹാരം കഴിക്കുക എന്ന ശീലമുള്ളവനും, യഥവാക്കായ മാനസഃ വാക്കിൻ്റെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വിഷയങ്ങളിലുള്ള വ്യാപാരത്തെ ഒതുക്കി നിർത്തിയവനും, നിത്യം എന്നും, ധ്യാനയോഗപരഃ ധ്യാനയോഗത്തിൽ താൽപ്പര്യമുള്ളവനും, വൈരാഗ്യം സമുപാശ്രിതഃ വൈരാഗ്യത്തെ വേണ്ടവിധം ആശ്രയിച്ച് നിൽക്കുന്നവനും. ജനശൂന്യമായ സ്ഥലത്ത് താമസിച്ചും ലഘുഭക്ഷണം കഴിച്ചും വാക്കും ശരീരവും മനസ്സും അടക്കിയും എപ്പോഴും ധ്യാനനിരതനായും വൈരാഗ്യം അവലംബിച്ചുകൊണ്ടും, ശബ്ദകോലാഹലങ്ങളോ മറ്റ് ശല്യങ്ങളോ ഒന്നുമില്ലാത്ത ഒഴിഞ്ഞ ഒരിടത്തിരിക്കുക. മിതമായി മാത്രം ആഹാരം കഴിക്കുക. അടുത്തതായി മനസ്സിൻ്റെ നിയന്ത്രണം. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും നമ്മുടെ ശരീരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കർമ്മേന്ദ്രിയങ്ങളെയും അവയുടെ പ്രവർത്തനങ്ങളെയും വാക്ക് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നു. അതുപോലെ ജ്ഞാനേന്ദ്രിയങ്ങളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കായം, അതായത് ശരീരം എന്ന പദവും സൂചിപ്പിക്കുന്നു. കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചാലേ മനസ്സിനെ നിയന്ത്രിക്കാനാവൂ.
ശരീരത്തിലൂടെ പ്രകടമാവുന്നതായ മനസ്സ് വിഷയങ്ങളെ അറിയുന്നതിനെ ദർശനം എന്ന് പറയും. ഭോഗേച്ഛയോടെ അത് വിഷയങ്ങളിൽ വ്യാപരിക്കുന്നതിനെ കർമ്മം എന്നും പറയും. ഈ രണ്ട് വ്യാപാരങ്ങളെയും, അതായത് ദർശനത്തെയും കർമ്മത്തെയും സംയമിച്ചാൽ ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്ന് അഭിമാനിക്കുന്നതായ ജീവഭാവം ഇല്ലാതെയാകും. അതാണ് ഇവിടെ ഭഗവാൻ ആവശ്യപ്പെടുന്നത്. പിന്നീട് ധ്യാനയോഗപരനായിരിക്കാൻ പറയുന്നു. മനസ്സ് ബാഹ്യ വിഷയങ്ങളിലേക്ക് ഓടിപ്പോകാതെ അതിനെ ശാന്തമാക്കാൻ ഒരേ ഒരു വഴിയേയുള്ളൂ. വിഷയങ്ങളെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു വഴി അതിന് കാണിച്ചു കൊടുക്കുക. അന്തരാത്മാവിലേക്ക് തിരിയാൻ അതിനെ ശീലിപ്പിക്കുക. ബാഹ്യ വിഷയങ്ങളിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ എത്രയോ ഉത്കൃഷ്ടവും സ്ഥായിയുമായ ആനന്ദം അതിൽ നിന്ന് കിട്ടും എന്ന് കാണുമ്പോൾ മനസ്സ് അന്തരാത്മാവിൽ രമിക്കാൻ തുടങ്ങും. ആത്മാനുസന്ധാനം തന്നെയാണ് ധ്യാനം. അടുത്തതായി വൈരാഗ്യത്തെ മുറുകെ പിടിക്കാൻ പറയുന്നു. വിഷയങ്ങളിൽ നിന്നും പേടിച്ചോടലല്ല വൈരാഗ്യം. വിഷയസുഖം നശ്വരമാണ് എന്നറിയുമ്പോൾ മനസ്സിന് അവയിൽ പ്രതിപത്തിയില്ലാതെയാവും. വിഷയങ്ങൾ അയാളെ വിട്ടോടിപ്പോയിക്കൊള്ളും. അയാൾ വിഷയങ്ങളിൽ നിന്നും ഓടേണ്ടി വരില്ല. ഭഗവാൻ വീണ്ടും തുടരുന്നു. 53-ാമത്തെ ശ്ലോകം. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ. അഹങ്കാരം, ബലം, ദർപ്പം. അഹങ്കാരത്തെയും ശക്തിയെയും ദർപ്പത്തെയും, കാമം, ക്രോധം, കാമത്തെയും ക്രോധത്തെയും, പരിഗ്രഹം, തൻ്റേതെന്ന ഭാവനയെയും, വിമുച്യ, വിട്ടിട്ട്, നിർമ്മമഃ, ഒന്നിനോടും മമതയില്ലാത്തവനായി, ശാന്തഃ, ശാന്തനായിരിക്കുന്നവൻ, ബ്രഹ്മഭൂയായ കൽപ്പതേ, ബ്രഹ്മഭാവത്തിന് അർഹനാകുന്നു. അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം എന്നിവയെ പുറന്തള്ളി നിർമ്മമനും ശാന്തനുമായ സാധകൻ ബ്രഹ്മസാക്ഷാത്കാരത്തിന് അർഹനത്രേ. ഒരു സാധകൻ കൈക്കൊള്ളേണ്ട ചില മൂല്യങ്ങളെയാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ വിവരിച്ചത്. എന്നാൽ ഈ ശ്ലോകത്തിലാകട്ടെ തള്ളേണ്ടതായ ചില പ്രവണതകളെയാണ് സൂചിപ്പിക്കുന്നത്. അഹങ്കാരം മുതൽ പറഞ്ഞിട്ടുള്ള 6 കാര്യങ്ങളും ഉപേക്ഷിക്കണമെങ്കിൽ വൈരാഗ്യം സ്വായത്തമാകണം. അഹങ്കാരത്തിൻ്റെ കൂട്ടുകാരാണ് കാമവും ക്രോധവും. ബലം, ദർപ്പം എന്നിവ അഹങ്കാരത്തിൻ്റെ തന്നെ ഭാവങ്ങളാണ്. ഞാൻ ചെയ്യുന്നു എന്ന ഭാവമാണ് അഹങ്കാരം. അതിൻ്റെ പ്രകടനമാണ് ബലം. ഞാൻ യോഗ്യനാണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കലാണ് ദർപ്പം. വേണ്ടുന്നതും വേണ്ടാത്തതുമായ ഭൗതിക വസ്തുക്കളെ സ്വീകരിക്കുന്നതിനെയാണ് പരിഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ അസ്വസ്ഥതകൾക്കും കാരണമായ അഹങ്കാരത്തെയും വിഷയാഭിമുഖ്യത്തെയും വെടിഞ്ഞാൽ ശാന്തി കൈവരും. അങ്ങനെയുള്ള സാധകൻ ബ്രഹ്മാനുഭൂതിക്ക് അർഹത നേടുന്നു, അഥവാ അതിനുള്ള പ്രാരംഭ നടപടികൾ പൂർത്തിയാക്കുന്നു എന്നർത്ഥം. ഹരി ഓം തത്സത്.